Don't tell God how big your storm is. Tell the storm how big your God is. നിങ്ങളുടെ നേരെയുള്ള കൊടുങ്കാറ്റ് എത്ര വലുതാണെന്ന് ദൈവത്തോട് പറയരുത്. പകരം കൊടുങ്കാറ്റിനോട് നിങ്ങളുടെ ദൈവം എത്ര വലിയതാണെന്ന് പറയുക. നമ്മുടെ ജീവിതമായ കപ്പലിന് നേരെ ചില സമയങ്ങളിൽ പ്രതികൂലമായ കാറ്റുകൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഒന്നോർക്കുക, കാറ്റുകളും കോളുകളും നിത്യമായി നമ്മോട് അടുത്ത് വരികയില്ല. ഇത്തരണത്തിൽ പ്രതികൂലമായ കാലാവസ്ഥയെ അല്ല നാം നോക്കേണ്ടിയത്, പകരം ക്രിസ്തുവേശുവിൽ കൂടിയുള്ള സമാധാനത്തെ അന്വേഷിക്കുകയത്രേ ചെയ്യേണ്ടത്. 57 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ 1 വാക്യത്തിൽ താൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. തിരകളില്ലാത്ത സമുദ്രങ്ങളില്ല. എന്നാൽ ഇതേ സമുദ്രങ്ങൾ നിശ്ചലമായും നിശബ്ദമായും കഴിയുന്ന നിമിഷങ്ങളുണ്ടാകുന്നു. പലപ്പോഴും നമ്മളുണ്ടാകുന്ന പ്രശ്നം ദൈവത്തെക്കാൾ വലിയതായി കൊടുങ്കാറ്റിനെയും പ്രശ്നങ്ങളെയും നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. തിരമാലകൾ സമുദ്രത്തിൻ്റെ ഭാഗമാണെന്നും ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് ദൈവമറിയാതെ ഒരു കോളും കാറ്റും നമ്മുടെ വിശ്വാസ കപ്പലിന് നേരെ ഉണ്ടാകുകയില്ല എന്നും ദൈവത്തിന് ഓരോ തിരമാലകളിൽ കൂടി ഓരോ ജീവിത പാഠങ്ങൾ നമുക്ക് നൽകുവാനായിട്ടുണ്ട് എന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് കഷ്ടതകളിലും സന്തോഷത്തോടെ ദൈവത്തിന് പാടി സ്തുതിക്കുവാൻ കഴിയുന്നത്. 1943 കേരളത്തിലുണ്ടായ വലിയ ഒരു വെള്ളപ്പൊക്കം. ഇടതടവില്ലാതെയുള്ള മഴയിൽ നദികൾ കവിഞ്ഞൊഴുകുവാൻ തുടങ്ങി. കുമ്പഴയാറിൻ്റെ അക്കരെ ഒരു സുവിശേഷ യോഗത്തിന് പോകുവാൻ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി തയ്യാറായി ഇക്കരെ കടത്ത് വള്ളം കാത്തു നിൽക്കുന്നു. ചെറുപ്പക്കാരനായ ഒരു കടത്തുകാരൻ വള്ളം കരയിൽ അടുപ്പിച്ചു. ഉപദേശിയും കുറെ ചെറുപ്പക്കാരൻ വള്ളത്തിൽ കയറി. ചെറുപ്പക്കാരൻ വള്ളം തൊഴിയുവാൻ ആരംഭിച്ചു. അന്നേരം ഫിലിപ്പോസ് ഉപദേശി കടത്തുകാരനോട് ചോദിച്ചു: മോനെ, നീ മാത്രം വള്ളം തൊഴിഞ്ഞാൽ മതിയോ എന്ന്. ചെറുപ്പക്കാരനായ കടത്തുകാരന് അതിഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു: താൻ അവിടെ ഇരുന്നാൽ മതി, എന്നെ ഉപദേശിക്കേണ്ട എന്ന്. വള്ളം നദിയുടെ നടുക്കെത്തിയതും ചെറുപ്പക്കാരനായ കടത്തുകാരൻ്റെ നിയന്ത്രണം വിട്ട് വള്ളം താഴോട്ട് ഒഴുകുവാൻ തുടങ്ങി. വള്ളത്തിൽ നിന്നും കൂട്ടം നിലവിളി ഉയർന്നു. ഏതു സമയത്തും നദിയിലെ ചുഴിയിൽ വള്ളം അകപ്പെടാമെന്നായി. എന്നാൽ ഈ സമയത്ത് വള്ളത്തിൽ ശാന്തമായി ഇരുന്നിരുന്ന വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വചനം കൊണ്ടുവന്നു. അതിങ്ങനെ: നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നദി നിന്റെ മീതെ കവിയുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. പെട്ടെന്ന് ദൈവാത്മാവ് തൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം നൽകി. ഉപദേശി നദിയിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പാടി: ഈ വാരുതിയിൻ വൻതിരയിൻ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടല്ലോ. നദിക്കക്കരയിൽ കൂടി നിന്നിരുന്ന ആൾക്കാർ ഒരു വടമെറിഞ്ഞ് വള്ളത്തെ കരയിലടിപ്പിച്ചു. ദൈവത്തെ സ്തുതിച്ച് നന്ദി കരേറ്റി സുവിശേഷ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഭവനത്തിലെത്തിയ ഉപദേശി ആ ഗാനത്തിൻ്റെ ആദ്യ വരികൾ ഇങ്ങനെ എഴുതി ചേർത്തു: വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളെ ജീവിതത്തിൻ്റെ ഭാഗമായി കരുതി
അതിനെ എതിർക്കുകയോ ഭയപ്പെടുകയോ ചെയ്യാതെ ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും ഉറപ്പാക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.